ഇതും പള്ളി മദ്രസ കേട്ടോ നമ്മൾ. ഞാൻ ഒരു ദിവസം ഈ മദ്രസ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം കച്ചറ ഫുള്ള് ഒഴിവാക്കി വൃത്തിയാക്കി കൊടുക്കണം. ഓക്കെ, തറപ്പണി നമ്മൾ എടുത്താട്ടെ. പക്ഷേ ഇതിൻ്റെ ഉള്ളു നല്ല ഫില്ലാണെന്നുള്ള തെളിവ് എന്താ പറയുക, ഉള്ളു നല്ല ഫില്ലാണെന്നുള്ള നല്ല അടച്ചിക്കേണ്ട തെളിവായിട്ട്. എത്ര വെള്ളം നിന്നിട്ട് ഇതിനുള്ളിൽ കൂടി ഇതാ കൂടുതലായിട്ടൊന്നും വെള്ളം വരഞ്ഞാണ്. പല കാര്യങ്ങൾ നമ്മളെ ഒഴിവിനനുസരിച്ച് നമ്മൾ ചോദിക്കും. കാരണം 14 ദിവസം നമുക്ക് ഒഴിവാണ്, അന്നൊക്കെ തന്നാളി പണി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ JCB വെച്ചോളി അന്ന ജനം വെച്ചാളെന്ന് അറിയും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതേപോലെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. വൃത്തിയാക്കിയിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. പക്ഷെ എന്താണ് എന്താ വെള്ളം ഇതേപോലെ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നനച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം വേണം. വെള്ളം ചെയ്യാത്തടത്തൊരു കളി നടക്കില്ല. നിറച്ച് കൊടുക്കുകയാണെങ്കിൽ ഏത് കക്കരി മണ്ണും കൊടുത്തു ഒരു പ്രശ്നമില്ല. ഇട്ടറിയിട്ടുള്ളൂ ചപ്പൊക്കെ അടിച്ചു കൊടുക്കണം. അല്ല ഞാൻ മാഷാ അല്ലാഹ് കാര്യം എന്തായാലും മദ്രസിൻ്റെ അരുഭാഗമൊക്കെ വൃത്തിയാകുമ്പോൾ നല്ല ഒരു സന്തോഷമായിട്ട് നമുക്ക്. ഒരു മണിക്കൂർ കഷ്ട ചെയ്യുമ്പോൾ പണിയുണ്ട്. എന്താണ് പറയുക, അത് വൃത്തിയാക്കുമ്പോൾ ഒരു വൃത്തിയാകുന്ന പറഞ്ഞാൽ രസമായിട്ടാണ്. പിന്നെ ഞാനിവരെ JCB കൈമന്ന് വലിച്ചിട്ട സാധനങ്ങളായിട്ട് ഈ കിടക്കണേ ഇത് ഫുള്ള് വെള്ള തുണിയാണ്. എന്താണ് പറയുക, ഇനി പെരി പോയി സംസിൻ്റെ ഇത് ചെയ്തേക്കുമ്പോഴേ ബാക്കി വരാറുള്ളൂ എവിടെയൊക്കെ ചളി ഉണ്ട് എന്നുള്ളത്. ഇന്നത്തെ പരിപാടി എന്താ പറയുക, ഇന്ന് നല്ല വെള്ളിയാഴ്ച ആയിട്ട് ലീവാട്ടാ. ഫുള്ള് എന്ത് ചെയ്യണം, തമർത്തിയിട്ട് മണ്ണിട്ട് ഫുള്ള് ലെവലായി കൊടുക്കണം. രാവിലെ വേറെ പരിപാടി ഉണ്ടായിരുന്നു. കരിങ്കല്ലുണ്ട് അതിൻ്റെ തൊട്ട്. പിന്നെന്താ പറയുക, അവിടെ നല്ല കല്ല് മുമ്പ് ഞങ്ങൾ കയറ്റിയിട്ടിരിക്കണം. അപ്പോൾ ഈ പൊടിമണ്ണ് തട്ടുമ്പോൾ നല്ല വെള്ളം അടിച്ചു കൊടുക്കണ്ട. അതിൻ്റെ കൂടുതൽ തന്നെ മോട്ടർ ഇട്ടാണ്ട് നല്ല ദമ്മുള്ള പൈപ്പുണ്ട് അവിടെ കൊടുന്ന് വെച്ചിട്ട് നല്ല എന്താ ചെയ്യുക, വെള്ളം അടിച്ചു കൊടുക്കുക, സെറ്റായി കൊടുക്കുക. എന്താ വെള്ളം ഇതേപോലെ നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നനച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം വേണം. വെള്ളം ചെയ്യാത്തടത്തൊരു കളി നടക്കില്ല. നിറച്ച് കൊടുക്കുകയാണെങ്കിൽ ഏത് കക്കരി മണ്ണും കൊടുത്തു ഒരു പ്രശ്നമില്ല. ഇട്ടറിയിട്ടുള്ളൂ ചപ്പൊക്കെ അടിച്ചു കൊടുക്കണം. അല്ല ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് അടിച്ചുകൊണ്ടാന്ന് പറഞ്ഞാലേ അത് നടക്കില്ല. അതാണ് ഓരോരോ കാര്യങ്ങൾ നമ്മളെ ഒഴിവിനനുസരിച്ച് നമ്മൾ ചോദിക്കും. കാരണം 14 ദിവസം നമുക്ക് ഒഴിവാണ്, അന്നൊക്കെ തന്നാളി പണി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ JCB വെച്ചോളി അന്ന ജനം വെച്ചാളെന്ന് അറിയും. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതേപോലെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും. വൃത്തിയാക്കിയിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. പക്ഷെ എന്താണ് പറയുക, മറ്റേത് ആൾക്കാരായിട്ട് ധൃതിയിൽ ചെയ്യും, ഒരു വൃത്തിയും വെടുപ്പാവില്ല. ഓക്കെ, ഇതെന്താ പറയുക, ഫുള്ള് വൃത്തിയായി കൊടുക്കാം. വെള്ളിയാഴ്ച ആയിട്ട് ആൾക്കാരൊക്കെ പള്ളിക്ക് എത്തി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇവിടെ പണി വെച്ച് പോകണം കേട്ടോ, തകൃതിയാക്കണം. അത് മാത്രമല്ല ഇന്ന് ഓലക്കൊടി വെട്ടിയിരിക്കണം, അത് കൊണ്ട് ഓലക്കൊടി വണ്ടി കയറ്റിയിട്ട് അത് കൊണ്ടുപോകാനുണ്ട്. ഫുള്ള് സെറ്റായിട്ട് ഇവിടെ ഏകദേശമൊക്കെ നല്ല വൃത്തിയായി. ഇവിടെ കുറച്ചും കൂടി കിട്ടാൻ കിട്ടും. ആ സാധനമൊക്കെ പൊളിച്ചിട്ട് കറി കയറ്റണം. കല്ല് നല്ല ഉണ്ട് കേട്ടോ, നല്ല കരികല്ലുണ്ട്. തറപ്പണി നമ്മളെടുത്താട്ടെ. പക്ഷേ ഇതിൻ്റെ ഉള്ളു നല്ല ഫില്ലാണെന്നുള്ള തെളിവ് എന്താ പറയുക, ഉള്ളു നല്ല ഫില്ലാണെന്നുള്ള നല്ല അടച്ചിക്കേണ്ട തെളിവായിട്ട്. എത്ര വെള്ളം നിന്നിട്ടും ഇതിനുള്ളിൽ കൂടി ഇതാ കൂടുതലായിട്ടൊന്നും വെള്ളം വരഞ്ഞ കണ്ടിനങ്ങൾ. അത്ര വെള്ളം നിന്നിട്ടും വെള്ളം ചാടുന്നില്ല. എന്താ പറയുക,
നമ്മൾ നല്ല അടക്കും സംഭവം അല്ല സൈഡൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കും. മഴ എങ്ങനെ പെയ്യാൻ വേണ്ടി കാത്തു കേട്ടോ. മഴക്കാറ് തന്നെയാണ് മുഴുവനോ. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ പണി വെച്ച് പോകണ്ട. ഇവിടെയൊക്കെ കല്ലാണ്, കല്ലിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം അടിക്കാനാണ്, നല്ല വെള്ളം അടിക്കാനാണ്. പറഞ്ഞ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളൂ, ചുട്ട വെയിലായി. ഒരു സെക്കൻഡ് കൊണ്ട് പെരും വെയിൽ. ഒരു 10 സെക്കൻഡ് ഒരു മിനിറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പെരും വെയിലായിട്ട് മഴ പോയി. നല്ല സൂപ്പർ ചായ വന്നിങ്ങനെ ബാങ്ക് കൊടുക്കാനായിക്കണ്. എന്ത് ചെയ്യണം, വേഗം പോടാൻ പള്ളിക്ക് കാളായി. എന്തായാലും നല്ല പണി കിട്ടും. ഒരു വണ്ടിക്കാരൻ ഈ വണ്ടിക്കാരന് ഇവിടെ ഇട്ടാണ്ട് പോയിക്കിട്ടുണ്ട്. സംഭവം പള്ളിൻ്റെ അടുത്ത് നിസ്കരിക്കാൻ വന്നാണ്. പക്ഷേ നമ്മൾ JCB-കാരൻ ഇങ്ങോട്ട് കടക്കാൻ വയ്യ. നല്ല പണിയായിപ്പോയി. കട്ടപ്പണി പറഞ്ഞാൽ കട്ടപ്പണി. ഇൻഷാ അല്ലാഹ് അത് പ്രശ്നമില്ല. നിസ്കാരത്തിൻ്റെ സമയമാണ്. വണ്ടി കുടുങ്ങി. അല്ല JCB-കാരെ ഇവിടെ കിടന്ന് തിരിയാണ്. വണ്ടി കയറില്ല. മക്കളെ പള്ളിൻ്റെ സമയപ്പം നിർത്തിയിട്ടാണ്. പക്ഷേ ഞാൻ പറയും നിർത്തിക്കളിയെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ നിസ്കാരം ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും സൈലൻ്റായി നിൽക്കും. അപ്പോൾ എന്താ ഭയങ്കര സൗണ്ട് ഔട്ടാണ്. അപ്പോൾ ഫുള്ള് നിർത്തിയിട്ട് എന്താണ് ഫുള്ള് സെറ്റാക്കിയത്. അച്ഛാ സൂപ്പർ. तुम आएगा मुश्किल नहीं है. ये ചെറുവണ്ടി വന്നു കേട്ടോ. ചെറുവണ്ടി എടുത്ത് ഫുള്ള് എന്ത് ചെയ്യും, छोटा वो बड़ा गाड़ी इधर रखा, वो कई में डालो पूरा. ठीक है, ഓക്കെ. ഫുള്ള് ഇട്ട് വേണ്ടിയിട്ട് ഇത് ഫുള്ള് എടുത്താണ് വലിയ വണ്ടി കൊടുത്തിട്ട് അതിക്കിട്ടിട്ട് ഈ കച്ചറ ഫുള്ള് എന്ത് ചെയ്യണം, നമ്മളെ തറി കയറ്റണം കേട്ടോ. ഇതും പള്ളി മദ്രസ കേട്ടോ. ഞാൻ ഒരു ദിവസം ഈ മദ്രസ പഠിച്ചിട്ടുണ്ട്. ഒരു ദിവസം കച്ചറ ഫുള്ള് ഒഴിവാക്കി വൃത്തിയാക്കി കൊടുക്കണം. ഓക്കെ, എന്ത് സംഭവം നമ്മൾ പോയി കഴിഞ്ഞാൽ ആ സൈറ്റിൽ ഒരു വൃത്തിയോട് പാടിയ ഓക്കെ ഫുള്ള് വൃത്തിയാണ്. അങ്ങനെ നമ്മൾ പോളിസി ഇത് സൈഡൊക്കെ അതാ നന്നാക്കണം കേട്ടോ. ഈ വണ്ടി നേരെ കൈയോടെ കൊണ്ടുവച്ച് കൊടുക്കുക, നേരെ അടച്ചെടുക്കുക. ചെറുവണ്ടി JCB ഉണ്ട്, അതിട്ട് ഫുള്ള് എന്ത് ചെയ്യാം നമുക്ക് ആ ചെറുവണ്ടിയിട്ട് കല്ല് കണ്ടമാനം കല്ലുണ്ട് ഒക്കെ പോകും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കൈയ്യൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട. ഫുള്ള് നിറച്ച് കൊണ്ടുപോകാം. കച്ചറ ഒക്കെ ഒഴിവാകും. ആ കച്ചറ എടുക്കണം. വെള്ളത്തുണി ഞാൻ ഇട്ട് ചളിയാക്കല്ലേ. വെള്ള തുണിയിട്ടുണ്ട് ഒന്നാത്തക്കള. വെള്ള തുണി കറുപ്പ് ഷർട്ട് വെട്ടാം. അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നാണ്. ശരിയല്ല, നല്ല കല്ലാണ്. പൊട്ടിപ്പോയി കല്ല് പൊടി. आराम से रखो, आराम से रखो, आराम से വെച്ചോ. अरे वाह मजबूत. നല്ല കല്ലുകളോ. ഫുള്ളാക്ക് കൈ ഇങ്ങനെ പൊതിച്ചിടും. അവിടെ കേവള് നോക്കണം, കച്ചറ വന്നാലേ. ചാക്കും ചണ്ടി ചെറുക്കും കച്ചറ 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 കച്ചറ. മകളെ നമ്മൾ വൃത്തിയാണ് നമ്മളെ കൂടെ പുറപ്പാണ്. നമ്മൾ ഇവിടെ പോയി പണിയെടുക്കുകയാണെങ്കിൽ വൃത്തി വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മളെ സൈറ്റ് മാത്രമല്ല, അപ്പോൾ നമ്മളെ സൈറ്റ് അപ്പുറത്താട്ടാണ്. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മളിവിടെ വൃത്തിയാക്കി എന്തായാലും നമ്മൾ പണിയെടുക്കില്ല. പോയിക്കോ
അവിടെ ഒരാളുണ്ട്. അപ്പോൾ എന്താ പറയുക, ഈ കച്ചറയും ചമ്മലൊക്കെ ഒഴിവാക്കി ഈ മദ്രസിൻ്റെ സൈഡ് ഇതാ ഒന്ന് വൃത്തിയായി കൊടുത്താൽ എന്തോ ഒരു രസം ഉണ്ടാവും. ഞങ്ങളൊക്കെ ആരും കാണാനോ ഇതൊന്നുമല്ല. അവർ നമ്മോട് പറഞ്ഞ് അവർ വൃത്തിയാണെങ്കിൽ വൃത്തിയാക്കായിരുന്നത്. നമ്മളെന്ത് ചെയ്താൽ സെറ്റപ്പിൽ വൃത്തിയായി കൊടുത്തിട്ടാണ് അങ്ങനെ പെർഫെക്റ്റായിട്ട് വൃത്തിയായി കൊടുക്കും. ഇൻഷാല്ലാ ഓക്കെ. ഇവിടെ ഒരു കിണറുണ്ട്, കിണറിന് സ്ലാബ് ഇട്ടാന്ന് ഒരാൾ പറഞ്ഞു തരുന്നു. ഞാൻ വെറുതെ ഒക്കെ അല്ലട്ടെ മക്കളെ, ഞാനിതാ ഈ കച്ചറൊക്കെ ഞാൻ ഇപ്പോൾ ഒഴിവാക്കിയിട്ടെ. അതിന് ഫുള്ള് കച്ചറകൾ ഒരുപാട് കച്ചറുണ്ട്. അടുത്തോ അതാണ് പോലെ അതിലൊക്കെ ചമ്മലം ഒക്കെ കച്ചറ ഉണ്ട്, തൊട്ടടുത്ത് പോകാൻ. മാഷാ അല്ലാ. കാര്യം എന്തായാലും മദ്രസിൻ്റെ അരുഭാഗമൊക്കെ വൃത്തിയാകുമ്പോൾ നല്ല ഒരു സന്തോഷമായിട്ട് നമുക്ക്. ഒരു മണിക്കൂർ കഷ്ട ചെയ്യുമ്പോൾ പണിയുണ്ട്. എന്താണ് പറയുക, അത് വൃത്തിയാക്കുമ്പോൾ ഒരു വൃത്തിയാകുന്ന പറഞ്ഞാൽ രസമായിട്ടാണ്. പിന്നെ ഞാൻ ഇവരെ JCB കൈമന്ന് വലിച്ചിട്ട സാധനങ്ങളായിട്ട് ഈ കിടക്കണേ. ഇത് ഫുള്ള് വെള്ള തുണിയാണ്. എന്താണ് പറയുക, ഇനി പെരി പോയി സംസിൻ്റെ ഇത് ജീത്തേക്കുമ്പോഴേ ബാക്കി വരാറിയുള്ളൂ. എവിടെയൊക്കെ ചളി ഉണ്ട് എന്നുള്ളത് നല്ല ഐഡിയ ഒക്കെ ആണ് നമ്മളെ. എങ്ങനെയുണ്ട് നമ്മളെ ഐഡിയ പറഞ്ഞാൽ നിങ്ങൾ ചെറുവണ്ടി വല്ലണ്ടി അത് ഇത് ഈ ആവശ്യത്തിന് കൊടുക്കുന്നതല്ല കേട്ടോ. പക്ഷെ എന്താണ് ഈ ആവശ്യത്തിന് കൊടുക്കുന്നതല്ല, വേറെ ആവശ്യത്തിന് കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ഞാൻ ഈ ഐഡിയ പറഞ്ഞ കേട്ടാ. പോയിക്കോ, കച്ചറില്ല, കുറച്ചുള്ളൂ. പോട്ടെ ഓക്കെ. ഭായിമാർ 2 ആൾ സെറ്റാട്ടോ. ഒന്ന് അണ്ണനാണ്. പക്ഷേ ഇവർ 2 ആൾ ഒത്തു വന്നെങ്ങനെ രണ്ടാൾ ഒരേ റൂമിൽ താമസിക്കുന്നവരാണ്. സംഭവം നമ്മൾ രണ്ടിടത്തെ വണ്ടി ഏൽപ്പിച്ചിരുന്നത്. വണ്ടി വന്നപ്പോൾ 2 ആൾ ഒരേ റൂമിൽ താമസിക്കുന്ന ആൾക്കാരാണ്. നല്ല ഡ്രൈവറാട്ടോ അവന്. നമ്മളെ ഇവിടെയൊക്കെ കളിച്ചത് അവനാണ്. ഇവിടെ നമ്മളെ തെയ്യാല കൊടിഞ്ഞൊക്കെ ഇവനെ ഇന്ന് ഡ്രൈവർ ഇട്ടാ. നല്ല ഡ്രൈവറാണ്. ഒന്നാമത് ഈ മണ്ണിൽ നിൽക്കാൻ പറ്റില്ലടാ. ഉറുമ്പോണ്ട് കടിച്ചിട്ട് ഉറുമ്പാട്ടാ. മണ്ണിൽ നിൽക്കാനില്ല. പക്ഷെ എന്താണ് നമ്മൾ വൃത്തിയാക്കാതെ एक मिनट रुको पाई निकलेगा मुश्किലാണ്. दूसरा സാമാൻ ഹേ. ഇത് മദ്രസക്ക് കൊടുന്ന് വെച്ചാൽ കട്ടിലെ ജനറേറ്റർ തോന്നട്ടെ മക്കളെ. ഈ സ്ഥാപനമായിട്ട് ഉണ്ടാക്കാൻ കൊടുന്നാണ് തോന്നട്ടെ. ഈ സ്ഥാപനം അള്ളാഹുദിൻ്റെ പണി എന്താണ് ബുദ്ധിമുട്ട് പെട്ടെന്ന് തീർത്ത് ഒഴിവാക്കി പെട്ടെന്ന് സ്ഥാപനങ്ങൾ വരട്ടെ. മാഷാ അല്ലാഹ് പോട്ടെ. അപ്പോൾ ഇനി അതാണോന്ന് അറിയില്ല കേട്ടോ, വേറെ ആരുടെയും ആണോന്നും അതും അറിയില്ല. മോനെ ാണ് ഇനി മക്കളെ ഇങ്ങനെ നിരത്തണട്ടാ. വെള്ളപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെ നിരത്തിയിട്ട് വെള്ളം ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഓക്കെ, എങ്ങനെയുണ്ട് പരിപാടി? സെറ്റല്ലേ?